ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മുഹബത്ത് കാ സർബത്തിൻ്റെ വീഡിയോ ആണ്. നോമ്പിന് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രിങ്കാണ് മുഹബത്ത് കാ സർബത്ത്. വളരെ ടേസ്റ്റിയും റിഫ്രഷിങ്ങുമായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. ഈ ഒരു നോമ്പിന് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിനനുസരിച്ച് തണ്ണിമത്തൻ എടുക്കുക. ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിയാ സീഡാണ്. നമുക്ക് വേണമെങ്കിൽ കട്ട് ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ എടുത്തത് ചിയാ സീഡാണ്. കട്ട് ചെയ്ത തണ്ണിമത്തനിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ആഡ് ചെയ്തത്. അതേപോലെ തന്നെ നേരത്തെ കുതിർത്ത് വെച്ച ചിയാ സീഡും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബേസിക്കായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇനി കട്ട് ഫ്രൂട്ട്സ് വേണ്ടവർ അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റൂഹ് അഫ്സയാണ് വേണ്ടത്. അത് ഞാനൊരു ക്യാപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഫ്ലേവർ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. റോസിൻ്റെ ഫ്ലേവറാണ് ഇത് വരുന്നത്. ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമില്ലാത്തവർ കൂടുതൽ ആഡ് ചെയ്യണ്ട. എന്തായാലും ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ മിക്സ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തണുപ്പ് വേണ്ടവർക്ക് ഈ ഒരു സമയത്ത് ഐസ് ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മുഹബത്ത് കാ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ എങ്ങനെയായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.